നമസ്കാരം. ഇന്ന് ആത്മീയതയിലെ വിഷാംശങ്ങൾ തിരിച്ചറിയേണ്ട ചില സത്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ മനോരമ വായിച്ചപ്പോൾ രാത്രി 9:30 കഴിഞ്ഞു. ദാ മുമ്പിലുണ്ട്. ഇത് വായിച്ചപ്പോൾ തന്നെ പ്രതികരിക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നൊരു എഴുത്തുകാരൻ എന്ന നിലയിലല്ല, മറിച്ച് സമൂഹത്തിൽ ജീവിക്കുന്ന നാളെക്കുറിച്ച് ആശങ്കയുള്ള ഒരു സാധാരണ മനുഷ്യനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്ന് വാർത്തകളിൽ നിറയുന്ന ആധ്യാത്മിക ഗുരുക്കന്മാരുടെ സ്വർണ്ണക്കൊള്ളയും തന്ത്രിയുടെ അറസ്റ്റും ഉൾപ്പെടെയുള്ള വാർത്തകൾ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്, അല്ലേ? നമ്മൾ എങ്ങോട്ടേ പോകുന്നു? പ്രകാശത്തിലേക്ക് നയിക്കേണ്ടവർ തന്നെ ഇരുട്ടിൻ്റെ കാവൽക്കാരായി മാറുമ്പോൾ നാം ഇനിയും മിണ്ടാതിരിക്കണമെന്നാണ് പറയുന്നത്. ആരാണ് ഒരു യഥാർത്ഥ ആത്മീയ ഗുരു? ആധ്യാത്മിക ഗുരുക്കന്മാരും പുരോഹിതന്മാരും മെത്രാന്മാരും സമൂഹത്തിന്റെ വഴികാട്ടികളാകേണ്ടവരാണല്ലേ? അല്ലാതെ ആഡംബരത്തിൻ്റെയോ അധികാരത്തിൻ്റെയോ സ്വർണത്തിൻ്റെയോ പിന്നാലെ പോകുന്ന കച്ചവടക്കാരാകരുത് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. യഥാർത്ഥ ഗുരു എന്നത് തമസിൽ നിന്ന് ജ്യോതിസിലേക്ക് നയിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് പലരും വെളിച്ചത്തെ മറച്ചു പിടിച്ച് സ്വന്തം കീശ വിറുപ്പിക്കാനാണ് നോക്കുന്നത്, അല്ലേ? വിശ്വാസികളുടെ നിഷ്കളങ്കമായ ഭക്തിയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം വിഷാംശങ്ങളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതിനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ദൈവത്തിന് സ്വർണമോ പണമോ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. ദൈവത്തിന് വേണ്ടത് എന്താ? മനുഷ്യന്റെ ശുദ്ധമായ മനസ്സും സ്നേഹവുമാണ്. വസ്ത്രമല്ല, സ്വഭാവമാണ് പ്രധാനം. കഷായം ഇട്ടാലോ കുപ്പായം ഇട്ടാലോ പൂണൂൽ ധരിച്ചാലോ ഒരാൾ വിശുദ്ധനാകുമോ? ഒരിക്കലുമില്ല. മറിച്ച് അവന്റെ പ്രവൃത്തികളാണ് അവന്റെ വിശുദ്ധി നിശ്ചയിക്കുന്നത്. ശരിയല്ലേ? ക്ഷേത്രങ്ങളിൽ പൂജ ചെയ്യുന്നവരാകട്ടെ, പള്ളികളിൽ കുർബാന നടത്തുന്നവരാകട്ടെ, ആത്മീയ പ്രഭാഷണം നടത്തുന്നവരാകട്ടെ, അവർക്ക് സാധാരണ വ്യക്തികളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. കാരണം അവർ പ്രതിനിധീകരിക്കുന്നത് മാനവികതയെയും ധർമ്മത്തെയുമാണ്. അവിടെ സ്വർണ്ണക്കള്ളക്കടത്തും അഴിമതിയും നടക്കുന്നുവെങ്കിൽ അത് ആത്മീയതയുടെ പരാജയമല്ല, മറിച്ച് ആ വ്യക്തിയുടെ അധർമ്മമാണ്. നമ്മൾ എന്തിനായി ഇവർക്ക് മുന്നിൽ ഇങ്ങനെ വിനീതരായി നിൽക്കുന്നത്? ഭക്തി എന്നത് വിഡ്ഢിത്തമാകരുത്. നമ്മൾ നൽകുന്ന കാണിക്കയും സ്വർണവും എവിടെ പോയി എന്ന് ചോദിക്കാൻ നമുക്കും അവകാശമുണ്ട്. ഭക്തി എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കലല്ല കേട്ടോ, മറിച്ച് വിവേകത്തോടെ സത്യത്തെ തിരയലാണ് ഭക്തി എന്ന് പറയുന്നത്. മതത്തിൻ്റെയും ആചാരത്തിൻ്റെയും പേരിൽ ഈ പറയുന്ന ആത്മീയ വ്യാപാരികൾ സമൂഹത്തിൽ വിഷം കലർത്തുകയാണ്, അല്ലേ? എല്ലാ മതത്തിലും വർഗത്തിലും ഇങ്ങനെയുള്ള ധാരാളം പേരുണ്ടെന്നേ. ഇവർ പരസ്പരം വിദ്വേഷം വളർത്തുന്നു, വിഭാഗിത ഉണ്ടാക്കുന്നു. ഇത് തിരിച്ചറിയാനുള്ള ആർജവും നമുക്കുണ്ടാകണം. സുഹൃത്തെ, നല്ല തണുപ്പാണ്. ഞാൻ ഈ കോട്ടൊന്നും ഇട്ടോട്ടെ, എന്നിട്ട് നമുക്ക് പറയാം. ക്ഷമിക്കണം കേട്ടോ, ഈ ജനുവരി മാസം കോട്ടിടാൻ ഞാൻ വിട്ടുപോയി. ഇത് വലിയൊരു ആശ്വാസം. ഞാനിപ്പോൾ ഈ തണുപ്പ് കാരണം എനിക്ക് കൂടുതൽ ആശയങ്ങളൊന്നും കിട്ടിയല്ല. ഞാൻ ഇവിടെ പറഞ്ഞു നിർത്തിയത്, നമ്മളെവിടെ പറഞ്ഞു നിർത്തിയത്? ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് ഞാനങ്ങ് പറയാം. അധർമ്മം കണ്ടു നിൽക്കുമ്പോൾ മൗനം പാലിക്കുന്നത് വലിയ പാവമാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എഴുത്തുകാർ മൗനമായിരിക്കരുത്. അങ്ങനെ ഇരിക്കുന്നത് കുറ്റകരമാണ്. സ്വർണ്ണക്കൊള്ള നടത്തുന്നവരും പീഡനം നടത്തുന്നവരും അധികാരം ഉപയോഗിച്ച് പാവങ്ങളെ ദ്രോഹിക്കുന്നവരും ഏതും മതവേഷം ധരിച്ചാലും അവർ കുറ്റക്കാരാണ്, കുറ്റവാളികളാണ്, യാതൊരു സംശയവുമില്ല. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. അവസാനമായി ഒരു വാക്ക്, വിശുദ്ധമായ പീഠങ്ങളിൽ ഇരിക്കുന്നവരോടായി ഒന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ: നിങ്ങളുടെ വസ്ത്രത്തിന് കളങ്കം വരുത്തരുത്. സാധാരണക്കാരന്റെ വിശ്വാസം എന്ന നിലയിൽ വലിയ സമ്പാദ്യത്തെ നിങ്ങൾ മോഷ്ടിക്കരുത്. നിങ്ങൾ കാട്ടേണ്ടത് നേർവഴിയാണ്, അല്ലാതെ സ്വർണത്തിലേക്കുള്ള കുറുക്കു വഴികളല്ല. നമുക്ക് ഒരു പുതിയ പുലരി ആവശ്യമുണ്ട്.
അവിടെ മതം സ്നേഹമായി മാറണം, ആത്മീയത സേവനമായി മാറണം. കച്ചവടമില്ലാത്ത, കാപട്യമില്ലാത്ത യഥാർത്ഥ ആത്മീയതയ്ക്കായി നമുക്ക് കൈകോർക്കാം. നന്ദി, നമസ്കാരം.